विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। तो पिछली कक्षा में हम टीवी पटकथा पढ़ रहे थे। मैं आशा करता हूँ कि आप लोग पटकथा से परिचित हो गए हैं। तो आज हम अगले पाठ की ओर जाएंगे। अगले पाठ का नाम है पक्षी और दीमक। पक्षी और दीमक यह एक कहानी है। കഹാനിക്കാർ का नाम है മുക്തി ബോധ്. അപ്പോൾ നമ്മുടെ കഥയുടെ പേരാണ് പക്ഷി ഓർ ദീമക്. പക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചിടിയ, പക്ഷി എന്ന് തന്നെയാണ്. ദീമക് എന്ന് പറഞ്ഞാൽ ചിതലാണ്, ചിതൽ, ടെർമൈറ്റ്. അപ്പോൾ പക്ഷിയും ചിതലും എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് കഥയൊന്ന് നോക്കിയാലോ? അപ്പോൾ എല്ലാവരും ഒന്ന് പുസ്തകത്തിൽ നോക്കിക്കേ. പക്ഷി ഓർ ദീമക് कहानी मुक्ति बोध। एक था पक्षी, वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था। उसके साथ उसके पिता और मित्र भी थे। सब बहुत ऊंचाई पर उड़ने वाले पक्षी थे। उनकी निगाहें भी बड़ी तेज थी। उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती। അപ്പോൾ അത്രയൊന്ന് നോക്കിയേ. ഏക് ധാ പക്ഷി. ഏക് ധാ പക്ഷി എന്ന് പറഞ്ഞാൽ ഏക് പക്ഷി ഥാ, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലേ ആസ്മാനമേ ഖൂബ് ഊഞ്ചായി പർ ഉടുത്താ ജാ രഹാ ഥാ. അവൻ നീലാകാശത്തിൽ വളരെ ഉയരത്തിൽ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കെ സാത്ത്, അവൻ്റെ കൂടെ, ഉസ്കെ പിതാ ഓർ മിത്ര ഭി ഥേ, അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, കൂട്ടുകാരനും ഉണ്ടായിരുന്നു. तो उस पक्षी के साथ कौन कौन थे? उस पक्षी के साथ उसके पिता और उसका एक मित्र भी थे. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ബഹുത് ഊഞ്ചായി പർ ഉടനെ വാലെ പക്ഷി എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹെ ഭി ബഡി തേസ് ഥി. അവരുടെ കണ്ണുകൾ വളരെ ഷാർപ്പായിരുന്നു. തേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഷാർപ്പ് എന്നാണ് അർത്ഥം. വളരെ ശക്തിയുള്ള കണ്ണുകളായിരുന്നു എന്നർത്ഥം. ഉനെ ദൂർ ദൂർ കി ഭനക് ഓർ ദൂർ ദൂർ കി മെഹക് ഭി മിൽ ജാതി. അവർക്ക് ദൂരെ നിന്നുള്ള ഭനക്, ഭനക് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം, വളരെ ലോ ഫ്രീക്വൻസി ശബ്ദവും, ഓർ ദൂർ ദൂർ കി മെഹക്, വളരെ ദൂരത്തിൽ നിന്നുള്ള ഗന്ധവും, മെഹക് എന്ന് പറഞ്ഞാൽ സ്മെല്ലെന്നാണ്, ഭി മിൽ ജാതി, കിട്ടുമായിരുന്നു. इन पक्षियों की विशेषताएं क्या है? उनकी निगाहें बड़ी तेज थी. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. इन्हीं बाकी नोकिए. एक दिन वह नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए थे. गाड़ी वाला चिल्ला चिल्ला कर कहता है, 2 दीमकें लो, एक पंख दो. എന്താ ആ പാരഗ്രാഫിൽ പറയുന്നത് നോക്കിയേ. एक दिन, ഒരു ദിവസം, वो नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. तो वो नौजवान पक्षी आसमान में उड़ते समय ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഒരു ദിവസം പക്ഷി ആകാശത്ത് അങ്ങനെ പറക്കുമ്പം നിലത്തൂടെ പോകുന്ന ഒരു കാളവണ്ടി കണ്ടു. ബയൽഗാഡി എന്ന് പറഞ്ഞാൽ കാളവണ്ടി. ബയൽ എന്ന് പറഞ്ഞാൽ കാളയാണ്, ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടി. അപ്പോൾ ബയൽഗാഡി, കാളവണ്ടി. ഒരു കാളവണ്ടി അവൻ കാണുന്നു. ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുവേ ഹെ. അതിലെന്താണ്? വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ട്. ബോര എന്ന് പറഞ്ഞാൽ സാക്കാണ്, ചാക്ക്. വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ട്. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹത്താ ഹെ. വണ്ടിക്കാരൻ ഇങ്ങനെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? 2 ദീമകെ ലോ, ഏക് പങ്ക് ദോ. 2 ചിതലുകളെ എടുക്കൂ, ഒരു
ചിറക് തരൂ. ചിറക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തൂവലാണ്. എന്ന് പറഞ്ഞാൽ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകാണ്. അപ്പം 2 ചിതലിനെ നിങ്ങൾ എടുക്കൂ, എന്നിട്ട് എനിക്ക് ഒരു തൂവൽ തരൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തൂവൽ തരികയാണെങ്കിൽ 2 ചിതലിനെ തരാം എന്നാണ് ആര് വിളിച്ചു പറയുന്നത്? ഈ വണ്ടിക്കാരൻ വിളിച്ചു പറയുന്നത്. എന്താണ് വിളിച്ചു പറയുന്നത്? ദോ ദീമക്കെ ലോ ഏക് പങ്ക് ദോ. മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഉസ് नौजवान पक्षी को दीमकों का शौक था. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. उस नौजवान पक्षी को, ആ യുവാവായ പക്ഷിക്ക്, നൗജവാൻ എന്ന് പറഞ്ഞാൽ യുവാവെന്നാണ്, ആ യുവാവായ പക്ഷിക്ക് ദീമകോ കാ ഷോക്ക് ധ, അവന് ചെതലുകൾ വലിയ ഇഷ്ടമായിരുന്നു. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते. സാധാരണയായിട്ട് ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോക്ക്, പഞ്ചി എന്ന് പറഞ്ഞാലും പക്ഷി എന്ന് പറഞ്ഞാലും ചിടിയ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേഹി വായുവിൽ തന്നെ ബഹുത് സെ കീടെ തൈർത്തെ ഹുവെ മിൽ ജാത്തെ, ഒത്തിരി കീടങ്ങൾ ഒഴുകി നടക്കുന്നത് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ വായുവിൽ കൂടെ പറന്ന് നടക്കുന്ന ഒത്തിരി പ്രാണികളെ ഈ പക്ഷികൾക്ക് കിട്ടുമായിരുന്നു. ജിനെ ഖാക്കർ, അവയെ തിന്നിട്ട് വേ അപ്നി ഭൂക്ക് ധോടി ബഹുത് ശാന്ത് കർ ലേത്തെ, അവരുടെ വിശപ്പ് കുറച്ചൊക്കെ ശമിപ്പിക്കുമായിരുന്നു. അപ്പം ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികൾക്ക് ഈ വായുവിൽ പറന്ന് നടക്കുന്ന കീടങ്ങളെ തന്നെ കുറേയൊക്കെ തിന്നാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അതിനെ തിന്നു കഴിയുമ്പോൾ തന്നെ ഇവരുടെ വിശപ്പ് ഒരു പരിധി വരെയൊക്കെ ശമിക്കുമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ലേക്കിൻ ദീമകെ സിർഫ് ജമീൻ पर मिलती थी, कभी कभी पेड़ों पर, जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती, लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह ना मिलते. എന്താ പാരഗ്രാഫിൽ പറയുന്നത് നോക്കിയേ. ലേക്കിൻ ദീമകെ സിർഫ് ജമീൻ पर मिलती थी, പക്ഷേ ഈ ചെതലുകളെ വായുവിൽ കിട്ടൂലല്ലോ, അവരെ നിലത്തല്ലേ കിട്ടുകയുള്ളൂ. കഭി കഭി പേടോ പർ, ചിലപ്പോഴൊക്കെ മരങ്ങളിലും. ജമീൻ സെ തനെ പർ ചടുക്കർ ഊഞ്ചി ഡാൽ തക് വേ അപ്ന മട്ടിയാല ലംബ ഘർ ബനാ ലേത്തി, നിലത്ത് നിന്ന് ഒരു മരത്തിൻ്റെ തടിയിലൂടെ കയറി ഊഞ്ചി ഡാൽ തക്, ഉയരങ്ങളിലുള്ള ചില്ലകൾ വരെ, വേ അപ്ന മട്ടിയാല ലംബ ഘർ ബനാ ലേത്തി, അവർ തങ്ങളുടെ മണ്ണുകൊണ്ടുള്ള നീളമുള്ള വീടുണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലേ, പിന്നെ മരത്തെ കൂടെ ഇങ്ങനെ ചെതൽ കയറുന്ന കണ്ടിട്ടില്ലേ, ഒരു മണ്ണുകൊണ്ടുള്ള വീടുണ്ടാക്കിയിട്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ലേക്കിൻ ഏസെ കുച്ച് ഹി പേട് ഹോത്തെ, ഇങ്ങനെയുള്ള കുറച്ച് മരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓർ വേ സബ് ഏക് ജഗഹ് നാ മിൽത്തെ, അവയൊന്നും ഒരു സ്ഥലത്ത് തന്നെ കാണപ്പെടുകയൊന്നുമില്ല, അത് പല സ്ഥലത്തായിരിക്കും, വല്ലപ്പോഴും ഓരോ മരത്തേലേ അങ്ങനെ കാണുകയുള്ളൂ. ഇവിടെ ഈ മട്ടിയാല എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ നിറമുള്ള അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ എന്നാണ് അർത്ഥം കേട്ടോ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണല്ലോ ചെതലിൻ്റേത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫുകൾ നോക്കിയേ. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. वह अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. नौजवान पक्षी को लगा, അപ്പോൾ ഈ യുവാവായ പക്ഷിക്ക് തോന്നി. ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക എന്നാണ്, ലഗ തോന്നി. എന്താ തോന്നിയത്? യഹ് ബഹുത് ബഡി സുവിധ ഹെ, ഇത് വളരെ വലിയ ഒരു സൗകര്യമാണ്. സുവിധ എന്ന് പറഞ്ഞാൽ സൗകര്യം, കൺവീനിയൻസ്. കി ഏക് ആദ്മി ദീമകോക്കോ ബോരോമെ ഭർക്കർ ബേച്ച് രഹാ ഹെ, ഒരു മനുഷ്യൻ ഈ ചെതലുകളെ ചാക്കിൽ നിറച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ വലിയ ഒരു സൗകര്യമാണെന്ന് ആർക്ക് തോന്നി? ഈ നോജവാൻ പക്ഷിക്ക് തോന്നി. ഇസ് നോജവാൻ പക്ഷിക്കോ ലഗ കി ഏക് ബഹുത് ബഡി സുവിധ ഹെ. വോ അപ്നി ഊഞ്ചായിയാ ചോടുക്കർ മണ്ഡരാത്ത ഹുവ നീച്ചെ ഉതർത്താ ഹെ, അവൻ തൻ്റെ ഉയരങ്ങൾ വിട്ട് വട്ടം കറങ്ങി. മണ്ഡരാന എന്ന് പറഞ്ഞാൽ ചുറ്റി കറങ്ങുക എന്നാണ്. മണ്ഡരാത്ത ഹുവ നീച്ചെ ഉതർത്താ ഹെ, താഴോട്ട് ഇറങ്ങുന്നു. ഓർ പേടുക്കി एक डाल पर बैठ जाता है, മരത്തിൻ്റെ ഒരു ചില്ലയിൽ ഇരിക്കുന്നു. അപ്പോൾ അവൻ ഇതെല്ലാം കണ്ട് മുകളിൽ നിന്നിങ്ങനെ വട്ടം കറങ്ങി പറന്നു വന്ന് ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്നു. ഇനി ബാക്കി ഒന്ന് നോക്കിയേ. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुँह में बड़े स्वाद के साथ 2 दीमकें दबाकर वह पक्षी फुर से उड़ जाता है. ഈ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. दोनों का सौदा तय हो जाता है, രണ്ടുപേരുടെയും കച്ചവടം ഫിക്സ് ആവുന്നു. സോദ എന്ന് പറഞ്ഞാൽ ഡീലാണ്, ഡീലൊക്കെ ഫിക്സാക്കി.
अपनी चोंच से തൻ്റെ ചുണ്ട് കൊണ്ട്, ചോഞ്ച് എന്ന് പറഞ്ഞാൽ ബീക്ക്, തൻ്റെ ചുണ്ട് കൊണ്ട്, പക്ഷിയുടെയൊക്കെ ചുണ്ട്, കൊക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, പക്ഷിയുടെ ആ ചുണ്ട് കൊണ്ട് एक पर को खींच कर तोड़ने में उसे तकलीफ होती है. एक पर എന്ന് പറഞ്ഞാൽ ഇവിടെ തൂവലാണ്, ഒരു തൂവല് വലിച്ച് പൊട്ടിക്കാൻ, ഖീഞ്ച് കർ തോടുക എന്ന് പറഞ്ഞാൽ വലിച്ച് പറിക്കുക, വലിച്ച് പൊട്ടിക്കുക എന്ന് പറയും, വലിച്ച് പൊട്ടിക്കാൻ. ഉസേ തക്ലീഫ് ഹോത്തി ഹെ, അവന് ചില ബുദ്ധിമുട്ട് തോന്നി. തക്ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫിക്കൽട്ടിയാണ്, ബുദ്ധിമുട്ടാണ്. ലേക്കിൻ ഉസേ വോ ബർദാസ്ത് കർ ലേത്താ ഹെ, പക്ഷേ അതവൻ സഹിക്കുന്നു. കാരണം എന്താണ്, അവൻ്റെ ഫേവറേറ്റ് സാധനമായ ചെതലിനെ തിന്നാൻ വേണ്ടിയിട്ടാണ്. ഒരു തൂവൽ കൊടുത്താലേ 2 ചെതലിനെ കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു, തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു തൂവൽ വലിച്ചു പൊട്ടിച്ച് ആർക്ക് കൊടുത്തു, വണ്ടിക്കാരന് കൊടുത്തു. ലേക്കിൻ ഉസേ വോ ബർദാസ്ത് കർ ലേത്താ ഹെ, അത് അവൻ സഹിക്കുന്നു, ആ ബുദ്ധിമുട്ട് അവൻ സഹിക്കുന്നു. മുഹുമേ ബഡേ സ്വാദ് കെ സാത്ത്, വായിൽ വളരെ സ്വാദോടുകൂടി, മുഹ് എന്ന് പറഞ്ഞാൽ മൗത്താണ്, വളരെ സ്വാദോടുകൂടി. ദോ ദീമക്കെ ദബാക്കർ, 2 ചിതലുകളെ അമക്കി പിടിച്ചുകൊണ്ട്, വോ പക്ഷി ഫുർസെ ഉടി ജാത്താ ഹെ, പക്ഷി അങ്ങനെ പെട്ടെന്നങ്ങ് പറന്നുപോകും. പക്ഷി ആ പറക്കുന്ന ശബ്ദത്തിനാണ് ഫുർസെ ഉടുക, പെട്ടെന്നങ്ങ് പറന്നുപോയി. ഇനി അടുത്ത ഒരു പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वह रोज़ तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. देखिए, अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. അപ്പോൾ ഇപ്പോൾ ഈ പക്ഷിക്ക്, വണ്ടിക്കാരന് തൻ്റെ ഒരു തൂവൽ പറിച്ചു കൊടുത്ത് 2 ചിതലിനെ വാങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി തോന്നി. ആസാനി എന്ന് പറഞ്ഞാൽ ഈസ് എന്നാണ് അർത്ഥം, വളരെ എളുപ്പമായിട്ട് തോന്നി. വഹ് റോസ്, റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, അവൻ ഡെയിലി തീസരെ പെഹർ, 3-ാം യാമത്തിൽ, ഈ യാമം എന്ന് പറഞ്ഞാൽ എ പീരിയഡ് ഓഫ് 3 hours ആണ്, 3 മണിക്കൂർ സമയത്തിനാണ് ഒരു യാമം എന്ന് പറയുന്നത്. അപ്പോൾ വഹ് റോസ് തീസരെ പെഹർ, അവൻ എന്നും 3-ാം യാമത്തിൽ, നീച്ചെ ഉത്തർത്ത, താഴെ ഇറങ്ങും, ഓർ ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്കർ, എന്നിട്ട് വണ്ടിക്കാരന് ഒരു ചിറക് അല്ലെങ്കിൽ തൂവൽ കൊടുത്തിട്ട് 2 ദീമക്കയും ഖരീദിലെത്ത, 2 ചെതലുകൾ വാങ്ങുമായിരുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നമ്മളിന്ന് പഠിച്ചത്? एक नौजवान पक्षी था, वो बहुत ऊंचाई पर उड़ने वाला पक्षी था. एक दिन वो अपने पिताजी और दोस्त के साथ ऊंचाई पर उड़ रहा था. तब उसने क्या देखा? ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. उस बैलगाड़ी में बड़े बड़े बोरों में कुछ भरा हुआ था. वो गाड़ी वाला कुछ चिल्ला रहा था. क्या चिल्ला रहा था? 2 दीमकें लो, एक पंख दो. तो इस नौजवान पक्षी को दीमकें बहुत पसंद था, इसलिए वो नौजवान पक्षी नीचे उतरता है और अपना एक पंख तोड़कर गाड़ी वाले को देता है और 2 दीमकें खरीद लेता है. यह उसकी एक आदत बन जाती है. ഇത് അവൻ്റെ ഒരു ശീലമായി മാറി. वो हर दिन तीसरे पहर नीचे उतरता है और गाड़ी वाले को एक पंख देकर 2 दीमकें ഖരീദ് ലേത്താ ഹെ. അവൻ എന്നും 3-ാം യാമത്തിൽ താഴെ ഇറങ്ങി വണ്ടിക്കാരനൊരു തൂവൽ പൊട്ടിച്ചു കൊടുത്ത് 2 ചിതലുകളെ വാങ്ങുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഈ പാഠം നിങ്ങൾ ഇവിടം വരെ നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് വായിക്കണം, ഒരു 3-4 ആവർത്തി വായിക്കണം. ഇത് വളരെ എളുപ്പമുള്ള കഥയാണ്, നന്നായിട്ട് വായിക്കണം. കാരണം ഇതിൽ നമുക്ക് പട്കഥ എഴുതാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹം അഗ്ലി കക്ഷാ മേ മിലേംഗെ. ധന്യവാദ്. അൽവിദ.